ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ എയ്ത്തിൻ്റെ ബേസിക് സയൻസിലെ ബയോളജി പാർട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ചാപ്റ്ററായിട്ട് വരണത് ഈ മൈക്രോസ്കോപ്പിനെയൊക്കെ പറ്റിയിട്ട് പഠിക്കുന്നതാണ്. മിസ്റ്റീരിയസ് ഇൻ ദ ലിറ്റിൽ ചേമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫസ്റ്റ് ചാപ്റ്ററാണ്. അതിൽ മെയിനായിട്ട് മൈക്രോസ്കോപ്പും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് എന്തൊക്കെയാണ്? ലെറ്റ്സ് ഫെമിലറൈസ് ourselves with the microscope. Observe the microscope with the help of your teacher and identify the following parts in their use. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത്, ഫസ്റ്റ് ആരോയിൽ കാണാൻ പറ്റുന്നത് ഐ പീസാണ്. നമ്മളിപ്പോൾ ഒരു മൈക്രോസ്കോപ്പ് എടുത്തു കഴിഞ്ഞാൽ മൈക്രോസ്കോപ്പ് എന്തിനാണ് യൂസ് ചെയ്യണത്? നമ്മുടെ നേക്കഡ് ഐസസിൽ കാണാൻ പറ്റാത്ത സാധനങ്ങളെ നമുക്ക് മാഗ്നിഫൈഡ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു മെയിൻലി നമുക്കറിയാം അതിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ മെയിൻലി ചെയ്യുന്നത് ഒരു ഡൈക്കോട്ട് റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈക്കോട്ട് റൂട്ടോ മോണോക്കോട്ട് റൂട്ടോ ഡൈക്കോട്ട് സ്റ്റെമ്മോ എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്തിട്ട് നമ്മൾ നൈസായിട്ട് കട്ട് ചെയ്തിട്ട് അതിന് ഗ്ലിസറിനും കാര്യങ്ങളും ഒക്കെ ഒഴിച്ച് നമ്മൾ സ്ലൈഡിലൊക്കെ ഇട്ട് അതിനെ കവർ സ്ലിപ്പിൽ വെച്ച് എയർ ബബിൾസ് ഇല്ലാതെ കവർ ചെയ്തിട്ട് ഇതിൻ്റെ അടിയിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ നമുക്ക് നമ്മുടെ നേക്കഡ് ഐയിൽ കാണാൻ പറ്റാത്ത അത്രയും തിൻ സെക്ഷൻസ് നമ്മൾ എടുക്കുക. അതിൽ നമ്മളെ നേക്കഡ് ഐയിൽ നമുക്ക് കണ്ണിൽ കാണാൻ പറ്റാത്ത സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് നമ്മുടെ ഈ ഡൈക്കോട്ട് റൂട്ടോ മോണോക്കോട്ട് റൂട്ടോ എന്തെടുക്കുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ള ആ കുറേ സെൽസസിൻ്റെ അറേഞ്ച്മെൻറ്റ്സും അതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അതിൽ കാണാൻ പറ്റും. അപ്പോൾ അതിനാണ് നമ്മുടെ ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ നമ്മൾ വയ്ക്കുന്ന ആ സാധനത്തിനെ ക്ലിയറായിട്ട് മാഗ്നിഫൈ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മൈക്രോസ്കോപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മൈക്രോസ്കോപ്പിൽ ഫസ്റ്റ് നമ്മൾ മുകളിൽ കാണുന്ന ഭാഗമാണ് ഐ പീസ്. അവിടെയാണ് നമ്മുടെ കണ്ണ് വെച്ചിട്ട് നമുക്ക് അതിനെ വ്യൂ ചെയ്യാനായിട്ട് കഴിയുക. അവിടെ കണ്ണ് വെച്ചിട്ട് വേണം നമുക്ക് കാണാൻ പറ്റുക. പിന്നെ രണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു നോബ് പോലുള്ള സാധനമുണ്ട്. നോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്മുടെ മിററിനെ എന്ന് വെച്ചാൽ നമ്മുടെ ലെൻസിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ, നമ്മുടെ ഒബ്ജക്റ്റിൽ നിന്ന് ദൂരെ ആക്കണമെങ്കിലോ അല്ലെങ്കിൽ ഓരോരുത്തരുടെ കണ്ണിലുള്ള വിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നമ്മളുടെ ഒരു കംഫോർട്ടിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വെക്കുന്നതാണ് നോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐ പീസിൽ നമ്മൾ വെച്ച് നോക്കിയിട്ട് നമ്മുടെ കണ്ണ് വെച്ച് നോക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ തിരിക്കുമ്പോൾ നമുക്ക് ഒന്നല്ലെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ അടുത്തേക്ക് പോകും അല്ലെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ ഫാർ അവേ ആയിട്ട് പോകും. അതിനെ പറയുന്നതാണ് നോബ്. ഇനി ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറഞ്ഞാൽ 3 എണ്ണം ഉണ്ട്. ചിലതിൽ 2 എണ്ണം ഉണ്ടാവുള്ളൂ, 3 എണ്ണം ഉണ്ട്. ഈ 3 എണ്ണം നമുക്ക് തിരിച്ച് നമ്മുടെ ഒബ്ജക്റ്റിനനുസരിച്ച് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കറുപ്പ് ബോർഡ് പോലെ ഒരു റെക്റ്റാങ്കിൾ ആയിട്ടുള്ള ആ സാധനത്തിനെ പറയുന്നതാണ് എന്ത്? സ്റ്റേജ്. ഈ സ്റ്റേജിലാണ് നമ്മുടെ ആ സ്ലൈഡ് വയ്ക്കുക. നമ്മുടെ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിട്ടുള്ള ആ സ്ലൈഡ് വയ്ക്കുന്നത് ആ സ്റ്റേജിലാണ്. ഈ സ്റ്റേജിന് ക്ലിപ്പ് ചെയ്തിട്ട് എന്ന് വെച്ചാൽ സ്റ്റേജിൽ നമ്മൾ ഈ സ്ലൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാതിരിക്കാനായിട്ട് ഒരു മെറ്റാലിക് ആയിട്ടുള്ള ക്ലിപ്പ്, ഒരു മെറ്റൽ പോലുള്ള ഒരു ചെറിയൊരു ക്ലിപ്പ് സ്ലൈഡിനെ രണ്ട് സൈഡിലും ഹോൾഡ് ചെയ്ത് പിടിക്കാനായിട്ടൊരു ക്ലിപ്പ് ഉണ്ട്. അപ്പോൾ അതിനെ പറയുന്നതാണ് സ്റ്റേജ് ആൻഡ് ക്ലിപ്സ് എന്ന്. ഈ കണ്ടൻസർ ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ 2 ലെൻസ് ഉണ്ട്. ബ്ലൈൻഡ് മിററും ഉണ്ട്, കണ്ടൻസർ ലെൻസ്. അത് നമുക്ക് തിരിക്കാൻ പറ്റും. നമ്മുടെ പുറത്തുനിന്ന് വരുന്ന ഇപ്പോൾ സൺലൈറ്റ് ആണെങ്കിലും അതേപോലെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലൈറ്റ് ആണെങ്കിലും ഏത് ലൈറ്റ് ആണെങ്കിലും നമ്മുടെ ഒബ്ജക്റ്റിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മിററിനെ പറയുന്നതാണ് കണ്ടൻസറും ഉണ്ട്. കണ്ടൻസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒബ്ജക്റ്റിലേക്ക് ലൈറ്റ് ഫോക്കസ് ചെയ്യുന്ന സാധനമാണ് കണ്ടൻസർ എന്ന് പറയുന്നത്. പിന്നെ 2 മിററുണ്ട്, പ്ലെയിൻ മിററും ഉണ്ട്, കോൺകേവ് മിററും ഉണ്ട്. 2 മിററും ഉണ്ട്. ആ 2 മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ലൈറ്റിനെ നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റിലേക്ക് കൊണ്ടുവരുന്നത് കോൺകേവ് മിററാണ്. അതുപോലെ തന്നെ നോർമലായിട്ടുള്ള സൺലൈറ്റിനെയൊക്കെ നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യാനായിട്ട്, ഒബ്ജക്റ്റിനെ വ്യൂ ചെയ്യാനായിട്ട് ലൈറ്റ് വേണം. അപ്പോൾ ലൈറ്റ് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് തരുന്നത് ഈ മിററാണ്. ഈ മിറർ കണ്ടൻസറിലേക്ക് റിഫ്ലക്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഒബ്ജക്റ്റിനെ വ്യൂ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമുക്ക് എത്ര പാർട്സ് ഉണ്ട്? ഐ പീസ് ഉണ്ട്, നോബ് ഉണ്ട്, ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ട്, സ്റ്റേജ് ആൻഡ് ക്ലിപ്പ് ഉണ്ട്, കണ്ടൻസർ ഉണ്ട്, മിറർ ഉണ്ട്. അതാണ് മെയിൻ പാർട്സ് ഓഫ് ദ
മൈക്രോസ്കോപ്പിൻ്റെ മെയിൻ പാർട്ട്. ഈ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മോർ ദാൻ ഒരു ലെൻസിനേക്കാളും കൂടുതൽ ഇതുണ്ടെങ്കിൽ മൈക്രോസ്കോപ്പ് ഇൻ വിച്ച് മോർ ദാൻ വൺ ലെൻസ് ഈസ് കോൾഡ് ആസ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഒരു ലെൻസിനേക്കാളും കൂടുതൽ ലെൻസ് അതിലുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഇനി എങ്ങനെയാണ് നമ്മൾ ഇതും കൂടി പഠിച്ചു കഴിഞ്ഞു അറേഞ്ച്മെൻറ്റ് ഓഫ് ദ ലൈറ്റ് ഇൻ എ മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പിൽ എങ്ങനെയാണ് ലൈറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇൻ ദ മൈക്രോസ്കോപ്പ് ദ പാർട്ട് ഫിക്സ്ഡ് ബിലോ the stage is the reflected light on the material to be observed. This arrangement, which is fixed in a metallic ring, has two planes, a plane mirror to reflect the sunlight and the concave mirror to reflect the artificial light. The lens is the condenser that is fixed on the lower side of the stage, focus the light on the material and to be observed. Diaphragm, a part of condenser, helps regulate the intensity of the light. അപ്പോൾ ഇതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് ഇപ്പോൾ മൈക്രോസ്കോപ്പിൽ ലൈറ്റ് കിട്ടിയാലേ നമുക്കത് വ്യൂ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇരുട്ടാവും. അപ്പോൾ ലൈറ്റ് കിട്ടാനായിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ അതിലുള്ള കുറേ മിററുണ്ട്, കണ്ടൻസർ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, അതൊക്കെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അല്ല പറയുന്നത് ഇൻ ദ മൈക്രോസ്കോപ്പിൽ ദ പാർട്ട് ഫിക്സ്ഡ് ബിലോ ദ സ്റ്റേജിൻ്റെ ബിലോ ആയിട്ടൊരു പാർട്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു മിററുണ്ട്, 2 മിററുണ്ടെന്ന്. ദാറ്റ് റിഫ്ലക്റ്റ്, ആ ഒരു പാർട്ടാണ് നമ്മുടെ ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്, മെറ്റീരിയലിലേക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ആ ഒരു പാർട്ടാണ്. ആ പാർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റാലിക് റിങ്ങിൽ ഫിക്സ് ചെയ്തിട്ട് ഒരു പ്ലെയിൻ മിററും ഒരു കോൺകേവ് മിററുമാണ്. പ്ലെയിൻ മിറർ എന്ത് ചെയ്യുന്നു, സൺലൈറ്റിനെയൊക്കെ റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് പ്ലെയിൻ മിറർ ഉപയോഗിക്കുന്നു. ഇനി കോൺകേവ് നമ്മളുടെ അടുത്ത് ഏറ്റവും കൂടുതൽ ഈ ബൾബിൻ്റെ വെളിച്ചമോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്യൂബ് ലൈറ്റിൻ്റെ വെളിച്ചമാണ് ഉള്ളത് എങ്കിൽ നമ്മൾ കോൺകേവ് മിററാണ് ഉപയോഗിക്കുന്നത്. കോൺകേവ് മിററിൽ എന്താ റിഫ്ലക്റ്റ് ചെയ്യുന്നത്, ആർട്ടിഫിഷ്യൽ ലൈറ്റിനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. നമ്മൾ ജനലിൻ്റെ അവിടെയൊക്കെ വെച്ചിട്ടാണ് അതിനെ യൂസ് ചെയ്യണത് എങ്കിൽ നമ്മൾ സൺലൈറ്റാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക. നമുക്ക് മുകളിൽ പ്ലെയിൻ മിറർ വെക്കാം, അപ്പോൾ അത് നന്നായി വെളിച്ചം റിഫ്ലക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. പിന്നെ ഈ ലെൻസിൻ്റെ ദ ലെൻസ് ഇൻ ദ കണ്ടൻസർ ദാറ്റ് ഈസ് ഫിക്സ്ഡ് ദ ലോവർ സൈഡ് ഓഫ് ദ സ്റ്റേജ് ഫോക്കസ് ദ ലൈറ്റ്. ദ കണ്ടൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റേജിൻ്റെ ലോവർ സൈഡിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മുടെ ഒബ്ജക്റ്റിലേക്ക് ലൈറ്റ് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ ഡയഫ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടൻസറിലുള്ള ഒരു പാർട്ടാണ്. ദാറ്റ് ഹെൽപ്സ് ടു റെഗുലേറ്റ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ ലൈറ്റ്. ലൈറ്റ് കൂടുതലായാലും നമുക്കൊന്നും കാണാം, നമ്മുടെ കണ്ണിലേക്ക് അങ്ങോട്ട് റിഫ്ലക്ഷൻ വരും. അപ്പോൾ അതിനെ റെഗുലേറ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നല്ലൊരു വിഷൻ നമ്മുടെ എന്താ പറയുക ഒബ്ജക്റ്റിൻ്റെ നല്ലൊരു വിഷൻ കിട്ടാനായിട്ട് ഇൻറ്റൻസിറ്റി ഓഫ് ദ ലൈറ്റ് റെഗുലേറ്റ് ചെയ്യാനായിട്ടാണ് ഈ ഡയഫ്രം സഹായിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ ലൈറ്റിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, മൈക്രോസ്കോപ്പിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളുടെ മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്യാനുള്ള മെറ്റീരിയൽ എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്, മൈക്രോസ്കോപ്പിൻ്റെ പാർട്സസ് പഠിച്ചു. ഐ പീസ് ഉണ്ട്, നോബ് ഉണ്ട്, ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ട്, സ്റ്റേജ് ആൻഡ് ക്ലിപ്പ് ഉണ്ട്, കണ്ടൻസർ ഉണ്ട്, മിറർ ഉണ്ട് എന്നൊക്കെ പഠിച്ചു. പിന്നെ അതെങ്ങനെയാണ് ലൈറ്റ് എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പ്ലെയിൻ മിറർ ആണെങ്കിൽ സൺലൈറ്റ്, പ്ലെയിൻ മിറർ മോളിക്കും കുറേ നമ്മൾ ജനലിൻ്റെ അവിടെ കൊണ്ടുവയ്ക്കണമെന്ന് വെച്ചാൽ അവിടെ പ്ലെയിൻ മിറർ വെക്കുക. അപ്പോൾ സൺലൈറ്റൊക്കെ അടിപൊളിയായിട്ട് എന്താ പറയുക സൺലൈറ്റൊക്കെ റിഫ്ലക്റ്റ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു വിഷൻ കിട്ടും. അല്ല നമ്മൾ ഉള്ളിൽ നിന്നിട്ടാണ് ചെയ്യണമെങ്കിൽ കുറേ ആർട്ടിഫിഷ്യൽ ലൈറ്റ്സസ് ഉണ്ടെങ്കിൽ നമ്മുടെ കോൺകേവ് മിറർ മുകളിലേക്കാക്കി വെക്കുക. അപ്പോൾ അത് കോൺകേവ് മിറർ ഈ ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്തിട്ട് നമുക്കൊരു അടിപൊളി വിഷൻ തരുന്നു. പിന്നെ കണ്ടൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേജിൻ്റെ ലോവർ സൈഡിലാണ് കാണുന്നത്. അതിൽ ഡയഫ്രം എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ട്. അത് നമ്മുടെ എന്താ പറയുക ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി റെഗുലേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അത്രേ ഇപ്പം നമ്മൾ പഠിച്ചിട്ടുള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് കാര്യമായിട്ട് വേറെ ഒന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ ഇത് നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.